സാധാരണക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ആവലാതികളും ആവശ്യങ്ങളും പരിഹരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത UDF പ്രകടന പത്രിക പുറത്തിറക്കി. വികസനത്തിന്റെയും കരുതലിന്റെയും വികസന രേഖയാണ് പ്രകടന പത്രിക എന്ന് പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടു. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നതാണ് UDF പ്രകടന പത്രിക. 10 വർഷം അധികാരത്തിൽ നിന്ന് മാറി നിന്നതിന്റെ ക്ഷീണം തീർത്ത് തിരികെ വരാനുള്ള കർമ്മ പദ്ധതികളുമായാണ് UDF പ്രകടന പത്രിക പുറത്തിറക്കിയത്. അഴിമതിയില്ലാത്തതും സ്വജനപക്ഷപാതമില്ലാത്തതുമായ ഭരണമാണ് വാഗ്ദാനം ചെയ്യുകയെന്ന് UDF പറയുന്നു. UDF അധികാരത്തിൽ വന്നാൽ സിൽവർ ലൈൻ സംബന്ധിച്ച വിജ്ഞാപനം റദ്ദാക്കുമെന്നതാണ് പ്രധാന വാഗ്ദാനം. കിഫ്ബിയുടെ കാര്യത്തിൽ പുനരവലോകനം നടത്തും. കൊച്ചിയിൽ അടുത്തിടെ ആരംഭിച്ചതുപോലെ കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് ഭക്ഷണം ലഭിക്കുന്ന ഇന്ദിരാ ക്യാൻറ്റീൻ സംസ്ഥാനത്തെങ്ങും വ്യാപിപ്പിക്കുമെന്നാണ് പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന്. കൃഷിഭൂമിയിൽ വന്യജീവികൾ അതിക്രമിച്ചു കയറുന്നത് തടയുന്നത് വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്വമാക്കും. കൃഷിഭൂമിയിൽ അതിക്രമിച്ചു കയറുന്ന വന്യജീവികളെ ഇല്ലാതാക്കാനുള്ള അധികാരം കർഷകർക്ക് നൽകും. കാട്ടുപന്നികളെ വേട്ടയാടാൻ ലൈസൻസുള്ള കൂടുതൽ ഷൂട്ടർമാരെ നിയോഗിക്കും. ഇവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. KSRTC, സ്വകാര്യ ബസ്സുകൾ, മത്സ്യബന്ധന യാനങ്ങൾ, ഉടമസ്ഥർ ഓടിക്കുന്ന ടാക്സി വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇന്ധന സബ്സിഡി നൽകുമെന്നതാണ് മറ്റൊരു പ്രധാന വാഗ്ദാനം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ രോഗികൾ നിലത്ത് കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്ന പ്രകടന പത്രികയിൽ പ്രത്യേകം എടുത്തു പറയുന്നു. എല്ലാവർക്കും ആശുപത്രികളിൽ കിടക്ക എന്നത് അവകാശമാക്കും. ആശാ വർക്കർമാർക്ക് പ്രതിദിന വേതനം ഏറ്റവും കുറഞ്ഞത് 700 രൂപയാക്കി മാറ്റുമെന്ന് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. ഭൂമി പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഭൂനിയമങ്ങൾ ഭേദഗതി ചെയ്യും. കാർഷിക മേഖലയിലെ പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക കമ്മീഷനും പ്രത്യേക ട്രിബ്യൂണലും രൂപീകരിക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു. ഇത് ഈ മാനിഫെസ്റ്റോയുടെ പ്രത്യേകത, ഇതൊരു പെരിഫറൽ ഉപരിതല സ്പർശിയായിട്ടുള്ള പ്രഖ്യാപനങ്ങളല്ല. എല്ലാത്തിൻ്റെ പുറകിൽ നല്ലൊരു പഠനം നടന്നിട്ടുണ്ട്. UDF സർക്കാർ അധികാരത്തിലേറിയാൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ആത്മവിശ്വാസത്തോടെ പറയുന്നു. റബ്ബറിൻ്റെ താങ്ങുവില 300 രൂപയാക്കും. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നാണ് വാഗ്ദാനം. ക്ഷേമ പെൻഷൻ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്യും. കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ വനിതകളെ SHOമാരായി നിയോഗിക്കും. സംസ്ഥാനത്തെ ലഹരി മുക്തമാക്കും. 5 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് വീട് നൽകും. ലൈഫ് പദ്ധതി പുനരവലോകനം ചെയ്യും. പ്രത്യേക കാർഷിക ബജറ്റ് ഉണ്ടാകുമെന്നും UDF പ്രകടന പത്രികയിൽ പറയുന്നു. സ്ത്രീകൾക്ക് ജോലിസ്ഥലങ്ങളിൽ തുല്യവേതനത്തിന് നടപടിയുണ്ടാകുമെന്നും പ്രകടന പത്രികയിലുണ്ട്. സ്കൂളുകളിൽ കായിക പഠനം നിർബന്ധമാക്കും. കോളേജ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ഓംബുഡ്സ്മാനെയും നിയോഗിക്കും. ഭിന്നശേഷി നിയമനത്തിനായി തസ്തികകൾ മാറ്റിവെച്ചിട്ടുള്ള എല്ലാ മാനേജ്മെന്റുകളിലെയും നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുമെന്നും പ്രകടന പത്രികയിലുണ്ട്. ക്യാൻസർ രോഗത്തിനുള്ള മരുന്നുകൾക്ക് നികുതി ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന സുപ്രധാന വാഗ്ദാനവും UDF പ്രകടന പത്രികയിലുണ്ട്. LDF സർക്കാർ നടപ്പിലാക്കിയ പിൻവാതിൽ നിയമനങ്ങൾ പുനഃപരിശോധിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. പ്രകടന പത്രിക തയ്യാറാക്കുക മാത്രമല്ല, പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പാക്കാൻ UDF അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. നിഖിൽ ജോസഫിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്.